എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. നമസ്കാരം. 15/6/2026 സമയം രാവിലെ 8:40 ആയിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു ടെക്നിക്കൽ അനലൈസാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ചുമ്മാ ഒരു ട്രേഡ് എടുക്കുന്ന ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം വലിയ നോളജൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ട്രേഡ് എടുക്കുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 4323 ഭാഗത്താണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ 3 റെഡും വന്നിട്ടുണ്ട്. മാർക്കറ്റ് 4296 ഭാഗത്തേക്ക് ഫാൾ ആവേണ്ടതായിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുമ്പോൾ 4350 മുകളിൽ പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരത്തുള്ളൂ. അതർവൈസ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആയ 309 4296 ഭാഗത്തേക്ക് ഫാൾ ആവേണ്ടതായിട്ടുണ്ട്. ഒരു ലൈവ് അനാലിസിസ് ആണ്. ഇപ്പോൾ സമയം 8:41 ആയിട്ടുണ്ട്. അപ്പോൾ $10 ആവാം മേ ബി. അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് 4223 നിൽക്കുന്ന ലെവൽ. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് 4309 ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യാം. 4309. പിന്നെയുള്ള മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4296 4296 അത്യാവശ്യം കൺഫേം ആയിട്ട് റീച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതിപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ വരുമെന്നുള്ളതല്ല. ഇവിടെ SMAയിലേക്ക് തട്ടാം. സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഒരു ഫാള് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ 10 മുതൽ അതിൽ 97 വരെയുള്ള ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ $10 $15 എവിടെ കിട്ടും എന്നുള്ളതിനാണ് പ്രസക്തി. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാണ് പ്രതീക്ഷിക്കുന്ന ലെവൽ. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടം വരെയോ അല്ലെങ്കിൽ 4310 വരെയുള്ള ഒരു ലെവലാണ് പ്രതീക്ഷിക്കുന്നത്. 4350 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പോകത്തുള്ളൂ. ഞാൻ സ്റ്റോപ്പ് ലോസ് ഞാനങ്ങനെ പൊതുവേ പേഴ്സണലായിട്ടുള്ളൊരു ഇതിൽ ഞാനങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല. ഞാൻ കൂടുതലും ആവറേജിങ് കൺസെപ്റ്റാണ് ഫോക്കസ് ചെയ്യാറായിട്ടുള്ളത്. ലോങ് ഹോൾഡിംഗ് ആണ് ചെയ്യുന്നത്. ചെറിയ ലോട്ടിൽ ലോങ് ഹോൾഡിംഗ് വിത്ത് ആവറേജ് കൺസെപ്റ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എനിവേ വെയിറ്റ് ചെയ്യാം. സമയം 12:11 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോണും ഒരു ബഫർ സോണൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ഏകദേശം ടാർഗറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തിയത് കൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് അനാലിസിസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വ്യൂസൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലൈവ് ടൈമിലെ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാക്ക് സപ്പോർട്ടാവും. 100% ടെക്നിക്കലി നോക്കുന്നു, നമ്മൾ ചെയ്യുന്നു, അതനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്നു ടെൻഷൻ ഇല്ലാതെ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്ന് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് അത് ആ ഭാഗത്തേക്ക് വരും അല്ലെങ്കിൽ അതിന് ആ ഭാഗത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻറ്റ് എവിടെ നിന്ന് കിട്ടി? ഇവിടെ ട്രെൻഡ് ഓൾറെഡി റെഡാണ്. ഇവിടെ ട്രെൻഡ് അപ്പർ സൈഡാണ്. പക്ഷേ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചു? ട്രെൻഡ് ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽസ് ഗ്രീൻ ആവാതെ എനിക്ക് അപ്പർ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ, ഏതൊരു വ്യക്തിയാണെങ്കിലും ക്ഷമയെ നല്ല രീതിയിൽ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് അവിടെ ഉണ്ടായത്. ട്രെൻഡും അനുകൂലമായി, അതേപോലെ തന്നെ ഈ ലൈനും ഡൗണിലേക്ക് വന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തേക്കുള്ള ടാർഗറ്റ് ഫോക്കസ് ചെയ്തു. കുറച്ച് ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇറങ്ങുന്നത് വളരെ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ട് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ സേഫായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കറക്റ്റ് ട്രിഗർ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരിക്കലും ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആയിരിക്കണം നമ്മുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. ഇൻ ബിറ്റ്വീൻ സ്പേസ്, അതിനുള്ളിൽ റീസണബിൾ ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് എക്സിറ്റ് ആവുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ലൈവ് അനാലിസിസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലൈവ് ടൈമിലെ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും ഒരു ലൈവ് അനാലിസിസ് ആയിട്ട് നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.